നമസ്കാരം. കോടതി വിമർശിച്ചതോടെ പരസ്യവിവാദത്തിൽ പതഞ്ജലിക്കെതിരെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അലോപ്പതി മരുന്നുകൾക്കെതിരായ പരസ്യങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് ആയുഷ് മന്ത്രാലയം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി. അലോപ്പതിക്കെതിരായ പരസ്യങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും അത് പൊതുതാൽപര്യത്തിന് വിരുദ്ധമാണെന്നുമാണ് സുപ്രീം കോടതിയെ കേന്ദ്രം അറിയിച്ചത്. കോവിഡ് പ്രതിരോധം എന്ന പേരിൽ പതഞ്ജലി പുറത്തിറക്കിയ കൊറോണയിലിന് പരസ്യം നൽകരുതെന്ന് നിർദ്ദേശിച്ചുവെന്നും ഇതിൻ്റെ ക്ലിനിക്കൽ ട്രയൽ പൂർത്തിയാക്കിയിരുന്നില്ലെന്നും സത്യവാങ്മൂലത്തിൽ പരാമർശമുണ്ട്. കോടതി വിമർശനത്തിന് പിന്നാലെയാണ് കേന്ദ്രം സത്യവാങ്മൂലം നൽകിയത്. പതഞ്ജലിയുടെ വ്യാജ പരസ്യക്കേസിൽ ബാബ രാംദേവിനെയും ആചാര്യ ബാലകൃഷ്ണനെയും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നേരിട്ട് ശാസിച്ചിരുന്നു. കോടതിയലക്ഷ്യക്കേസിൽ പതഞ്ജലി നേരത്തെ നൽകിയ സത്യവാങ്മൂലത്തിൽ കടുത്ത അതൃപ്തി അറിയിച്ച കോടതി രാംദേവിൻ്റെ മാപ്പ് അപേക്ഷ തള്ളുകയും വ്യാജ പരസ്യങ്ങളിൽ നടപടി സ്വീകരിക്കാത്തതിൽ കേന്ദ്രത്തെ വിമർശിക്കുകയുമുണ്ടായി. പതഞ്ജലി ഉൽപ്പന്നങ്ങളെക്കുറിച്ച് തെറ്റായ അവകാശവാദമുയർത്തുന്ന പരസ്യങ്ങൾ പിൻവലിക്കണമെന്ന ഉത്തരവ് നടപ്പാക്കാത്തതാണ് കോടതിയെ ചൊടിപ്പിച്ചത്. കോടതി ഉത്തരവിനെക്കുറിച്ച് പരസ്യവിഭാഗത്തിന് അറിയില്ലായിരുന്നുവെന്ന രാംദേവിൻ്റെ വാദം മുഖവിലക്കെടുക്കാതെയാണ് കോടതി മാപ്പപേക്ഷ കഴിഞ്ഞ ദിവസം തള്ളിയത്. വ്യാജ പരസ്യങ്ങളിൽ നടപടി സ്വീകരിക്കാത്തതിൽ കേന്ദ്രത്തിനെതിരെയും അന്ന് കോടതി വിമർശനം നടത്തിയിരുന്നു. പതഞ്ജലിക്കെതിരെ കേന്ദ്രവും ഉത്തരാഖണ്ഡ് സർക്കാരും കൈകോർത്തെന്ന് കോടതി തുറന്നടിച്ചു. ഇതോടെയാണ് കേന്ദ്രം പതഞ്ജലിക്കെതിരെ സത്യവാങ്മൂലം നൽകാൻ തയ്യാറായത്.